നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ എല്ലാവരും RRB NTPC അപ്ലൈ ചെയ്യുന്ന സ്റ്റേജിലായിരിക്കും വിചാരിക്കുന്നു. സോ RRB NTPC അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റുകൾ വരാതിരിക്കാനും നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റിത്തരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മൾ വീണ്ടും ഇങ്ങനെ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്, നിങ്ങളൊരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒന്നും തെറ്റ് വരാതിരിക്കാൻ RRBയുടെ ഈ പറയുന്ന പോലെ എക്സാമിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഈ പറയുന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തോ അല്ലെങ്കിൽ പോസ്റ്റിങ്ങിന്റെ സമയത്തോ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനിലുള്ള തെറ്റുകളൊന്നും വന്നിട്ടില്ല. നിങ്ങൾ വേണ്ട സോണിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട പോലത്തെ പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയത്, കുറച്ച് സംശയങ്ങൾ ദൂരീകരിക്കാനും വേണ്ടി കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഒന്നാമത്തെ കാര്യം, വളരെ മാൻഡേറ്ററി ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഇരിക്കുമ്പോൾ, നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തല്ല, അപ്ലൈ ചെയ്യാൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്തെല്ലാമാണ്, അതായിരിക്കും ഒന്നാമത്തെ കാര്യം. അടുത്തത്, നിങ്ങൾക്ക് ഏതെല്ലാം ഭാഷകളിൽ എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ പറ്റുമോ? ഇനി മലയാളം സെലക്ട് ചെയ്താൽ എന്തെല്ലാം കാര്യങ്ങൾ അതിന്റെ നല്ല വശങ്ങളുണ്ട്, അതുപോലെ എന്തെല്ലാം മോശം വശങ്ങളുണ്ട്. സോ അതെല്ലാം പറഞ്ഞു തരാം. അതല്ലാതെ അടുത്ത കാര്യം, ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടാം, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളതാണ്. സോ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത്, വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? RRBയുടെ ഇതിന് മുന്നത്തെ 2024 ഇതിന് മുന്നേ നടത്തിയിരുന്ന 3-4 പരീക്ഷകൾ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ട്. RRB 2024 RRB ALP വിളിച്ചിട്ടുണ്ട്, RRB ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട്, RRB ജൂനിയർ എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട്, RRBക്ക് റെയിൽവേ പോലീസ് ഫോഴ്സിന്റെ RPF SI കോൺസ്റ്റബിൾ വിളിച്ചിട്ടുണ്ട്. സോ ഇതിനെല്ലാം വേക്കൻസി കൂട്ടിയിരുന്നോ? അതനുസരിച്ച് NTPCയുടെ വേക്കൻസി കൂട്ടാൻ സാധ്യതയുണ്ടോ? ഇതിന് മുന്നേ RRB വേക്കൻസി കൂട്ടിയിട്ടുണ്ടോ? സോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, മാൻഡേറ്ററി ആയിട്ട് ഏതെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. സോ അതിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്ന PPTയിൽ കാണാം. ഓക്കെ, ഡയമെൻഷൻസ്, അതിന്റെ ഫോമാറ്റ്, അതിന്റെ സൈസ്, അതെല്ലാം നമുക്ക് ഇനി വരുന്ന PPTയിൽ കാണാം. അടുത്തത്, മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ആധാർ വെരിഫൈ ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാണ് ഈ ആധാർ വെരിഫൈ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്? ഓക്കെ, അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാരണങ്ങൾ പറയാം. നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ വോട്ടേഴ്സ് ID കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പാൻ കാർഡ് വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിനെല്ലാം പുറമെ ആധാർ നിർബന്ധമായിട്ടും വെരിഫൈ ചെയ്ത് വെച്ചേക്കാം. എന്തിനാണ് നിർബന്ധമായിട്ടും വെരിഫൈ ചെയ്ത് വെച്ചേക്കാം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ SSLC ബുക്ക് ഫോം ഫില്ല് ചെയ്യുമ്പോൾ എൻ്റെ പേരായിക്കോട്ടെ, എൻ്റെ അച്ഛൻ്റെ പേരായിക്കോട്ടെ, അതുപോലെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ നോക്കി തന്നെ ചെയ്യണം, SSLC ബുക്കിൽ നോക്കി തന്നെ ചെയ്യണമെന്ന് RRB പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ അത് എന്തായാലും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രാവശ്യം RRB NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് SSLC ബുക്ക് 500 KB കവിയാതെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. PDF ഫോമാറ്റിലാക്കിയിട്ട് 500 KB താഴെ നമ്മൾ എന്ത് ചെയ്യണം? മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇതിന് മുന്നേ ജൂനിയർ എഞ്ചിനീയറും ALPയും RPFും എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് കൂടെ ചെയ്യണം. സോ 500 KB താഴെ. ഇത് നോട്ടിഫിക്കേഷനിൽ എഴുതിയിട്ടില്ല. നമ്മൾ അപ്ലൈ ചെയ്യാനിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് വരും, ഇങ്ങനെ ഒരു പോപ്പപ്പ് നിങ്ങൾക്ക് വരും. എന്ത്? മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു നോട്ടീസ് നിങ്ങൾക്ക് അതിനകത്ത് വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? 500 KB കവിയാതെയുള്ള ഒരു മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങൾ റെഡിയാക്കി വെക്കുക. അടുത്തത്, നിങ്ങൾ റിസർവേഷന് യോഗ്യരാണെങ്കിൽ OBC, നോൺ ക്രീമി ലെയർ, EWS, അതുപോലെ SC ST, ഇതിന്റെ എല്ലാത്തിന്റെയും റിസർവേഷനിൽ ഏതെങ്കിലും ഒരു റിസർവേഷൻ നിങ്ങൾ അർഹരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. ഓക്കെ, OBC ഇതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി നിങ്ങൾ SC ST കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിലോ നിങ്ങൾക്ക് ട്രാവലിംഗ് അലവൻസ്, നിങ്ങൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടാൻ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. 500 KB കവിയാതെ നിങ്ങൾ എന്ത് സർട്ടിഫിക്കറ്റും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്ലോഡ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ സ്ലീപ്പർ ക്ലാസ് ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് എവിടെയാണോ എക്സാം നടക്കുന്നത് അവിടത്തേക്ക് കിട്ടുള്ളൂ SC ST കാൻഡിഡേറ്റ്സിന്. സോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നമ്പറും സർട്ടിഫിക്കറ്റും റെഡിയാക്കി വെക്കുക. ഓക്കെ അല്ലേ? അടുത്തത്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഗ്രാജുവേറ്റ് പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റും അണ്ടർ ഗ്രാജുവേറ്റ് +2 സർട്ടിഫിക്കറ്റും റെഡിയാക്കി വെക്കുക. ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് 13/10/2024 മുന്നേ ഇഷ്യൂ ചെയ്തതായിരിക്കണം. അതായത് നിങ്ങൾ 13/10/2024 മുന്നേ ഫൈനൽ റിസൾട്ട് വന്നവരാണെന്ന് തെളിയിക്കുന്ന കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റോ റെഗുലർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ കയ്യിൽ വേണം.
നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെന്നുള്ളൊരു രേഖ നിങ്ങളുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി നിങ്ങൾ ആ രേഖ റെഡിയാക്കി വെക്കുക. ഈ 13/10/2024 മുന്നേ ഉള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റോ 20/10/2024 മുന്നേ ഉള്ള +2 സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ അല്ല എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഓൾറെഡി ഗ്രാജുവേറ്റ് പോസ്റ്റിന് അപ്ലൈ ചെയ്തതാണെന്ന് വിചാരിക്കുക. സെൻ 05/2024 നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെന്ന് വിചാരിക്കുക. അതിന്റെ നോട്ടിഫിക്കേഷനിൽ കുറച്ച് മാറ്റങ്ങൾ RRB കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് അമെൻമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരുന്നത് 20 KB മുതൽ 50 KB വരെയുള്ള JPG ഫോർമാറ്റിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ്. അത് മാറ്റി 30 KB മുതൽ 70 KB വരെയുള്ള JPG ഫോർമാറ്റിലുള്ള ഫോട്ടോ ആക്കി. സോ സൈസ് മാറ്റി. സിഗ്നേച്ചറും സെയിം. 10 KB മുതൽ 40 KB വരെയുള്ള സിഗ്നേച്ചർ JPG ഫോർമാറ്റിൽ എന്നുള്ളത് 30 KB മുതൽ 70 KB വരെയുള്ള സിഗ്നേച്ചർ JPG ഫോർമാറ്റിൽ എന്നാക്കി മാറ്റി. ഇനി അടുത്ത മാറ്റം എന്താ? SC/ST സർട്ടിഫിക്കറ്റ് മുന്നേ കൊടുത്തവർക്ക് അറിയാം, ഇതിന് മുന്നുള്ള പരീക്ഷകൾക്ക് കൊടുത്തവർക്ക് അറിയാം, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവല് ഈ അമെൻമെന്റ് വരുന്നതിന് മുന്നേ കൊടുത്തവര് JPG ഫോർമാറ്റിൽ, അത് ഇമേജ് ആയിട്ടായിരിക്കും SC/ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇനി എന്തേ പാടുള്ളൂ? PDF ആയിട്ട് 500 KB കവിയാത്ത PDF ഫോർമാറ്റിലുള്ള SC/ST സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന 3 മാറ്റം, ഫോട്ടോയിലും സിഗ്നേച്ചറിലും ഉള്ള മാറ്റം, അതുപോലെ SC/ST സർട്ടിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള മാറ്റം, ഈ 3 മാറ്റങ്ങൾ RRB കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്ത് പോയവരാണെങ്കിൽ കറക്ഷൻ വിൻഡോയിൽ ഇത് കയറി കറക്റ്റ് ചെയ്യണം. ഇതല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കയറി കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അതല്ല, ഞാൻ RRB JEE ALPക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ ഇരുന്നെങ്കിൽ അവരും ഇത് മാറ്റിയിടണം. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലോഡ് ആവുക. അതല്ലാത്തവർ ഇതൊന്ന് ശ്രദ്ധിക്കുക. മുന്നേ അപ്ലൈ ചെയ്ത് പോയവർ, കാര്യം RRB 05/2024 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് വന്നത്. സോ അമെൻമെന്റിന്റെ ഇടയിൽ, ഈ നോട്ടിഫിക്കേഷനും അമെൻമെന്റിന്റെ ഇടയിലും ഓൾറെഡി അപ്ലൈ ചെയ്ത് പോയവരാണെങ്കിൽ അവരെല്ലാവരും മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 250 രൂപ എടുത്ത് കറക്ഷൻ വിൻഡോയുടെ സമയത്ത് ഇത് മാറ്റേണ്ടതാണ്. ഓക്കെ, സോ ഈ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫോട്ടോയിന്റെയും സിഗ്നേച്ചറിന്റെയും എന്ത് നോക്കാം? ഈ പറയുന്ന പോലെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഫോട്ടോ എന്തായിരിക്കണം? കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, JPG ഫോർമാറ്റിലുള്ളതായിരിക്കണം, ഡയമെൻഷൻസ് ഇത്രയൊക്കെ ആയിരിക്കണം, അതുപോലെ സൈസ് 30ക്കും 70ക്കും ഇടയിലായിരിക്കണം. ഇനി സിഗ്നേച്ചർ ആവുമ്പോഴോ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെന്നിലുള്ള സിഗ്നേച്ചർ ആയിരിക്കണം, റണ്ണിങ് ലെറ്റേഴ്സിലായിരിക്കണം, ബ്ലോക്ക് ലെറ്റേഴ്സ് പാടില്ല, JPG ഫോർമാറ്റിലായിരിക്കണം, ഡയമെൻഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൈസ് 30 to 70 KB ആയിരിക്കണം. ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം അറിയായിരിക്കും. പക്ഷെ ഈ ഒരു ഭാഗത്ത് ഒരു തെറ്റുകളും വരുത്താതിരിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ, എററുകൾ മാക്സിമം കുറയ്ക്കുക. അത് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്തുകൊണ്ടാണ് ഈ ആധാർ വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആണെന്ന് പറയാൻ കാരണം, RRB 2024 എല്ലാ പരീക്ഷകൾക്കും ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. കണ്ടോ, അറ്റൻഷൻ ടു ആപ്ലിക്കൻസ് കാൻഡിഡേറ്റ്സ് ഓഫ് സെൻസ് ഇഷ്യൂഡ് ഇൻ 2024 വിത്ത് റിഗാർഡ് ടു ആധാർ വെരിഫിക്കേഷൻ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ആധാർ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യാത്തവരാണെങ്കിൽ ആപ്ലിക്കേഷൻ സമയത്ത് മുകളിൽ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ടാവും, എന്ത്? ആധാർ വെരിഫൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോപ്പപ്പ് വന്നിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആധാർ വെരിഫൈ ചെയ്യാം. എന്തിനാണ് വെരിഫൈ ചെയ്യുന്നത്? ടു ഫെസിലിറ്റേറ്റ് സ്മൂത്ത് എൻട്രി ടു എക്സാമിനേഷൻ സെന്റേഴ്സ് ആൻഡ് സ്ട്രീംലൈൻ പോസ്റ്റ് എക്സാം പ്രോസസ് ഫോർ ആപ്ലിക്കൻസ്. നിങ്ങൾ CGLന്റെ പരീക്ഷയും ബാങ്കിന്റെ പരീക്ഷയും CHSL പരീക്ഷയും IB പരീക്ഷയൊക്കെ എഴുതിയവരാണ്, നിങ്ങൾക്ക് അറിയാം. എക്സാമിനേഷൻ സെന്ററിൽ കയറുന്നതിന് മുന്നേ കുറേ വെരിഫിക്കേഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കാൻ, അതായത് നിങ്ങൾ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റ് എക്സാം പ്രോസസ് ഉണ്ട്. നിങ്ങളുടെ DV ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത്, അതുപോലെ പോസ്റ്റിംഗിന്റെ സമയത്ത്, അവിടെ എല്ലാം നിങ്ങളുടെ വെരിഫിക്കേഷൻ എളുപ്പമാവാൻ, നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആധാർ മാൻഡേറ്ററി ആയിട്ട് അവിടെ പോയി വെരിഫൈ ചെയ്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? സോ ആധാർ വെരിഫൈ ചെയ്ത് വയ്ക്കണമെന്ന് RRB ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു വയ്ക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DVയുടെ സമയത്തും നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് CBT 1ഉം CBT 2ഉം നമ്മൾ ജയിച്ച് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തോ അല്ലെങ്കിൽ പോസ്റ്റിംഗിന്റെ സമയത്തോ നമ്മൾ പിന്തള്ളപ്പെടുന്ന അവസ്ഥ വരരുത്. ഇതെല്ലാം ചെയ്തു വയ്ക്കുക. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു വയ്ക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. പഠിക്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു വയ്ക്കുക, എന്നിട്ട് നമുക്ക് പഠിക്കാനിരിക്കാം. അടുത്തത്, ഇനി OBC സർട്ടിഫിക്കറ്റിൽ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് RRBയിൽ ഉള്ളത് പോലെയാണോ എടുക്കേണ്ടത്? അക്ഷയയിൽ പോയാൽ കിട്ടുമോ? ഞാൻ പറഞ്ഞുതരാം. RRBയിൽ നമുക്ക് കിട്ടുന്ന നോട്ടീസ് ഇതാണ്, RRB NCL സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്. RRBയുടെ നോട്ടിഫിക്കേഷന്റെ പേജിലുള്ളതാണ്. എത്രാമത്തെ പേജിൽ? 41ാമത്തെ പേജിലുള്ള നോട്ടീസാണിത്. ഏത്? ഈ ഫോർമാറ്റിലാണ് NCL സർട്ടിഫിക്കറ്റ് വേണ്ടത്. ഇത് നമുക്ക് അക്ഷയെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്.
അക്ഷയെന്ന് സെൻട്രൽ എംപ്ലോയ്മെന്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചറിയാം രണ്ടിന്റെയും ഹെഡിങ് സെയിം ആണ്. ഫോം ഫോർ സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ അതർ ബാക്ക്വേർഡ് ക്ലാസസ് അപ്ലൈയിങ് ഫോർ ദ അപ്പോയിന്റ്മെന്റ് ടു ദ പോസ്റ്റ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കണ്ടോ, ഫോം ഫോർ ദ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ അതർ ബാക്ക്വേർഡ് ക്ലാസസ് അപ്ലൈഡ് ഫോർ ദ ജോബ്സ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കണ്ടില്ലേ, ഈ കണ്ടന്റും സെയിം ആണ്, ജസ്റ്റ് ഈ ഫോർമാറ്റിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടന്റ്, ഇഷ്യൂ ചെയ്യുന്ന ആള്, ഹെഡിങ് എല്ലാം സെയിം ആണ്. സോ നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന സെൻട്രൽ എംപ്ലോയ്മെന്റ് പർപ്പസിനുള്ള OBC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതിയാവും. അതിന്റെ നമ്പർ അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഓക്കെ ആണല്ലോ. ഇതുപോലെ തന്നെ EWSനും SC/STക്കും. SC/STയുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെയുള്ളത്? RRBയുടെ സൈറ്റിലുള്ള SC/STയുടെ സർട്ടിഫിക്കറ്റ് ആണ്. ഇതും തഹസിൽദാർ ഇഷ്യൂ ചെയ്ത SC/ST സർട്ടിഫിക്കറ്റിന്റെ നമ്പർ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ട്രാവലിംഗിന് അലവൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് അപ്ലോഡും ചെയ്യുക. ഓക്കെ, അടുത്ത EWSന്റെ സർട്ടിഫിക്കറ്റ് ആണ്. EWSന്റെ സർട്ടിഫിക്കറ്റ് കുറച്ചുകൂടെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തഹസിൽദാർ ഇഷ്യൂ ചെയ്ത ഒരു EWSന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടതുണ്ട്. ഇതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റും കൂടി കൊടുത്താലേ നമുക്ക് EWSന്റെ റിസർവേഷൻ കോട്ടയിലുള്ള സീറ്റുകളിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ സീറ്റുകളിൽ നമുക്ക് ജോലി കിട്ടുള്ളൂ. സോ EWS നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തഹസിൽദാർ ഒപ്പിട്ടത് വേണം. നിങ്ങൾ അതും കൂടെ തഹസിൽദാറിന്റെ ഓഫീസിൽ നിന്ന് വാങ്ങിക്കാൻ പോവുക. അതിന് മുന്നേ ചിലപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കാനുണ്ടാവും. സോ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ് ആയിരിക്കും. അത് റെഡിയാക്കി വെച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? സോ സർട്ടിഫിക്കറ്റ്സ് ഇത്രയാണ്. നമ്മൾ OBC സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു, SC സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു, EWS സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത് പോരാ, തഹസിൽദാർ ഓഫീസിൽ നിന്നുള്ളത് വേണം. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് എക്സാമിന്റെ ലാംഗ്വേജ്, ഏത് എക്സാം ലാംഗ്വേജ് ചൂസ് ചെയ്യാം എന്ന് നോക്കാം. ഇംഗ്ലീഷ് എപ്പോഴും ഡീഫോൾട്ട് ലാംഗ്വേജ്, നിങ്ങൾ ഓർത്തിരിക്കുക, ഇംഗ്ലീഷ് എപ്പോഴും ഡീഫോൾട്ട് ലാംഗ്വേജ് ആണ്. പിന്നെ RRB നമുക്ക് 14 റീജിയണൽ ലാംഗ്വേജിൽ എക്സാം എഴുതാനുള്ള അവസരം കൂടി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മദർ ടങ് ആയിട്ടുള്ള മലയാളത്തിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴും ഒരു ഡിസ്പ്യൂട്ട് വന്നു. ഓക്കെ, ക്വസ്റ്റ്യൻസ് തമ്മിൽ പ്രശ്നം വന്നു. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യന്റെ അർത്ഥവും മലയാളത്തിലുള്ള ക്വസ്റ്റ്യന്റെ അർത്ഥവും വ്യത്യാസം വന്നു. അപ്പോൾ ഏതായിരിക്കും പ്രിവെയിൽ ചെയ്യുക? അപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും പ്രിവെയിൽ ചെയ്യുക. സോ അവിടെ നിന്ന് കിട്ടിയ മെസ്സേജ് എന്താ? ഞാൻ ഇംഗ്ലീഷിൽ വേണം പഠിക്കാൻ. ഓക്കെ, പിന്നെ ഞാൻ എന്തിനാ മലയാളത്തിൽ അപ്ലൈ ചെയ്യുന്നത്? ഞാൻ മലയാളത്തിൽ അപ്ലൈ ചെയ്യണം. കാര്യം എന്താ? എന്നാൽ മാത്രം ഇപ്പം എനിക്ക് എല്ലാ ഇംഗ്ലീഷ് വാക്കുകളുടെയും അർത്ഥം അറിഞ്ഞോളും നിർബന്ധമില്ല. സോ എനിക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ കിട്ടുമല്ലോ. അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ എഴുതാൻ പറ്റും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരില്ല. എനിക്കൊരു ക്വസ്റ്റ്യന്റെ ഇംഗ്ലീഷ് വേർഷനും കിട്ടി, മലയാളം വേർഷനും കിട്ടി. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് വേർഷനായിരിക്കും കൂടുതൽ സ്ട്രെസ് കൊടുക്കുക. കാര്യം എന്താ? RRB ഇംഗ്ലീഷ് വേർഷനിലായിരിക്കും എക്സാമിന്റെ ഏറ്റവും എന്താ പറയാ പ്രിവെയിൽ ചെയ്യുന്ന വെർഷൻ ഇംഗ്ലീഷ് വേർഷൻ ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് വേർഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് മലയാളം വേർഷൻ കൂടെ നോക്കും. സോ ഞാൻ മലയാളം കൂടി അപ്ലൈ ചെയ്യണം, പക്ഷെ ഇംഗ്ലീഷിൽ വേണം പഠിക്കാൻ. സോ ഇംഗ്ലീഷിൽ പഠിക്കുക, മലയാളം കൂടെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഇത്രയാണ് മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മലയാളത്തിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റാന്ന് പറഞ്ഞ് കൊടുത്താൽ ഓൾ ഇന്ത്യ ലെവലിൽ ആലോചിക്കുമ്പോൾ മലയാളത്തിൽ തെറ്റപ്പോൾ അവർക്ക് എന്താ കുഴപ്പം? അല്ലെങ്കിൽ തമിഴിൽ തെറ്റാൽ എന്താ കുഴപ്പം? അങ്ങനെ ഓരോ ഭാഷയും തെറ്റാൻ പോയി നോക്കി കഴിഞ്ഞാൽ എക്സാമിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഒഴിവാക്കേണ്ടി വരും. സോ അവർക്ക് എന്തേ പറ്റുള്ളൂ? ഇംഗ്ലീഷിലെ അവർക്ക് ഇടാൻ പറ്റുള്ളൂ. സോ ഇംഗ്ലീഷ് എപ്പോഴും പ്രിവെയിൽ ചെയ്യും. ബാക്കി റീജിയണൽ ലാംഗ്വേജിലുള്ള തെറ്റുകളൊന്നും അവർ കണക്കിലാക്കില്ല. പക്ഷെ നമുക്ക് മലയാളത്തിൽ കുറച്ച് അർത്ഥങ്ങൾ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മലയാളത്തിൽ കുറച്ചുകൂടെ ഗുണം കിട്ടാൻ വേണ്ടി, ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മലയാളം കൊണ്ട് എടുക്കാം. ഓക്കെ അല്ലേ? നമ്മൾ കേരള PSCക്കും സെയിം ആണ്. നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് എഴുതിയാലും, നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഴുതിയാലും, നിങ്ങൾ LSTS അസിസ്റ്റന്റ് എഴുതിയാലും ഇംഗ്ലീഷ് ആയിരിക്കും പ്രിവെയിൽ ചെയ്യുക. മലയാളം അല്ല അവിടെ പ്രിവെയിൽ ചെയ്യുക. ഓക്കെ, മലയാളം കൂടെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഇംഗ്ലീഷിലുള്ളതായിരിക്കും ശരിക്കുള്ള ക്വസ്റ്റ്യൻ. അത് വെച്ചിട്ടായിരിക്കും ഇവര് കട്ട് ഓഫ് തീരുമാനിക്കുന്നതും ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ ക്യാൻസൽ ചെയ്യണോ ഒക്കെ തീരുമാനിക്കുന്നത് എന്തായിരിക്കും? ഇംഗ്ലീഷ് ഒക്കെ ഇട്ടായിരിക്കും. സെയിം തന്നെയാണ് RRBക്ക്, ഒരു ഡിഫറൻസും ഇല്ല. ഓക്കെ, സോ ഇത്രയാണ് ചോയ്സ് ഓഫ് ലാംഗ്വേജ്. നിങ്ങൾ മലയാളം നിങ്ങൾ എന്തായാലും കൊടുക്കുമോ? അതല്ല ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് റിജക്റ്റഡ് ആവാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? നിങ്ങൾക്കറിയാം, ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. ഏകദേശം 50% നിങ്ങളുടെ മുഖം അതിൽ വേണം. കണ്ണട വെക്കാൻ പാടില്ല, തൊപ്പി, കണ്ണട ഇൻ ദ സെൻസ് കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പാടില്ല. നമ്മുടെ സാധാരണ റീഡിംഗ് ഗ്ലാസ് വെക്കാം, അതിനൊരു പ്രശ്നമില്ല. കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പാടില്ല, തൊപ്പി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം മൊബൈലിൽ എടുക്കാതിരിക്കുക. ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് തന്നെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ പ്രശ്നമായതുകൊണ്ടോ സിഗ്നേച്ചർ ബ്ലോക്ക് ലെറ്റേഴ്സിലായതുകൊണ്ടോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തള്ളിപ്പോവാൻ പാടില്ല. നിങ്ങൾ അത് നിർബന്ധമായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഒരു സ്റ്റുഡിയോയിൽ പോയി തന്നെ കറക്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കുക. ഓക്കെ, സോ ഫോട്ടോയും സിഗ്നേച്ചറിന്റെ കാര്യം, നിങ്ങളുടെ
അപ്ലൈ ചെയ്യാനുള്ള അപ്പർ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ലിമിറ്റും ലോവർ ഡേറ്റ് ഓഫ് ബർത്ത് ലിമിറ്റും, അത് ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എലിജിബിലിറ്റിയുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണുക. ഏതെല്ലാം വീഡിയോയാണ് കാണേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം, നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഏജ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഏജിൽ ഒരു ദിവസം പോലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തള്ളപ്പെടും, നിങ്ങൾ DVയുടെ സമയത്ത് പുറത്താവും. പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം പഠിച്ചെഴുതും, DVയുടെ സമയത്ത് പുറത്താവും. സോ കറക്റ്റ് ഏജ് മനസ്സിലാക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഒന്നിൽ കൂടുതൽ RRBയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലിന് ഒരു RRBയിൽ അപ്ലൈ ചെയ്തു ട്രിവാൻഡ്രം, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് ചെന്നൈയിൽ അപ്ലൈ ചെയ്തു, ഒരു കുഴപ്പമില്ല. ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ 2 RRBയിൽ പോയി അപ്ലൈ ചെയ്യാതിരിക്കുക, ഒറ്റ RRB അപ്ലൈ ചെയ്യുക. ആ RRB തന്നെ എല്ലാ പോസ്റ്റിലും അപ്ലൈ ചെയ്യാം. അണ്ടർ ഗ്രാജുവേറ്റിനും ഒരു RRBയിൽ എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യാം. ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ, ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷന് ഒരു RRBയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. മൾട്ടിപ്പിൾ RRBയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ എന്ത് ചെയ്യും, നിങ്ങൾ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. അണ്ടർ ഗ്രാജുവേറ്റും സെയിം, വേണമെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റും സെയിം RRB കൊടുക്കാം, രണ്ടും 2 RRB കൊടുക്കാം. പക്ഷെ ഒരു നോട്ടിഫിക്കേഷൻ ഒരു RRBയിൽ തന്നെ കൊടുക്കാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ RRBയിൽ കൊടുക്കാൻ പാടില്ല, റിജക്റ്റഡ് ആവും. അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് 13/10 മുന്നുള്ളത് വേണം. +2 സർട്ടിഫിക്കറ്റ് 20/10/2024 മുന്നുള്ള നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ ഡേറ്റ് മാറുകയോ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, നിങ്ങൾ റിജക്ട് ചെയ്യപ്പെടും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും. സോ ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷന്റെ കാര്യത്തിലുള്ളത്. ഇതെല്ലാം മനസ്സിലാണെന്ന് ചോദിക്കുന്നു. ചിലതൊക്കെ വളരെ എലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ഇതുകൊണ്ട് നിങ്ങളുടെ എക്സാമിനൊന്നും പറ്റരുത്, നിങ്ങളുടെ എഫേർട്ടിനൊന്നും പറ്റരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങൾ 500 rupees കൊടുത്ത് അപ്ലൈ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 rupees റീഫണ്ട് കിട്ടാനുള്ള ഒരു അവസ്ഥയുണ്ട്. അതുപോലെ നിങ്ങൾ 250 rupees കൊടുത്ത് അപ്ലൈ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ 250 അങ്ങനെ തന്നെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനുള്ള അവസ്ഥയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ തന്നെ പേരിലുള്ളത് വേണമെന്നില്ല, നിങ്ങളുടെ ഒരു ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾ RRBയിൽ ഫില്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തിട്ടുള്ളൂ. 500 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്താണെങ്കിൽ 400 രൂപയും 250 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്താണെങ്കിൽ 250 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. എപ്പോ CBT 1 അപ്പിയർ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ആവണമെന്നില്ല, വേറെ അക്കൗണ്ട് ആയാലും മതി. എന്താണ്, ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ അവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി ആ ക്യാഷ് വേണ്ടാന്നുള്ളവരുണ്ട്, റീഫണ്ട് വേണ്ടാത്തവരാണെങ്കിൽ അക്കൗണ്ട് കൊടുക്കണ്ട, ഒരു കുഴപ്പമില്ല, കൊടുത്താലേ കിട്ടുള്ളൂ. CBT 1 എഴുതിയാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. സോ ഇതും കൂടി ഓർത്ത് വെക്കുക. ഇത് അറിയില്ലാത്തതുകൊണ്ട് കളയാതിരിക്കുക, അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, അടുത്തത് വേക്കൻസി ഇൻക്രീസ് ചെയ്യോ ഇല്ലയോ. ഓക്കെ, ഇതിന്റെ സിനാരിയോസ് ഞാൻ പറയാം. ഇതിനു മുന്നേ 2024 വിളിച്ചിട്ടുള്ള പരീക്ഷകളാണ് RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, RRB ഗ്രേഡ് 3, അതായത് ടെക്നീഷ്യൻ. ഓക്കെ, സോ RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ വേക്കൻസി പിന്നീട് റിവൈസ് ചെയ്ത് 3 ഇരട്ടിയോളം ആക്കി. സെയിം തന്നെ RRB ഗ്രേഡ് 3യുടെ വേക്കൻസി കൂട്ടി 3 ഇരട്ടിയോളം ആക്കി. ഈ കൊല്ലം തന്നെ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ്. ഇനി ഇതിന് മുന്നേ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. 2018 വിളിച്ചിട്ടുള്ള RRB JEയുടെയും RRB ALPയുടെയും വേക്കൻസി പിന്നീട് കൂട്ടുക ഉണ്ടായി. സോ വേക്കൻസി നോട്ടിഫിക്കേഷനിലുള്ളത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതല്ല, പിന്നെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോ ഗ്രാജുവേറ്റിന് 8,000-ഓളം വേക്കൻസിയും അണ്ടർ ഗ്രാജുവേറ്റിന് 3,000-ഓളം വേക്കൻസി ഉള്ളൂ എന്നോർത്ത് നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവണ്ട. ഇത് കൂട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി കൂട്ടിയിട്ട് അപ്ലൈ ചെയ്താൽ പോരെ. ഇനി കൂട്ടുമ്പോൾ ചിലപ്പോൾ അവർ അപ്ലൈ ചെയ്യാനുള്ള അവസരം തരില്ലേ, അപ്പൊ അപ്ലൈ ചെയ്താൽ പോരെ. പറ്റില്ല. കാര്യം എന്താ, RRB ALPക്ക് 3 ഇരട്ടി വേക്കൻസി ആയപ്പോ ഫ്രഷ് ആപ്ലിക്കൻസിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. ആ സമയത്ത് RRB ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ചപ്പോ വേക്കൻസി കൂട്ടിയപ്പോ പുതിയ ആപ്ലിക്കൻസിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം കൊടുത്തു. സോ നമ്മുടെ 2 സിനാരിയോ ഉണ്ട്. ALPയുടെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രഷ് ആപ്ലിക്കൻസിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടില്ല, ടെക്നീഷ്യൻ ആണെങ്കിൽ അവസരം കൊടുത്തു. സോ 2-നുള്ള സാധ്യത ഉണ്ട്. സോ വേക്കൻസി കൂട്ടാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ എന്തായാലും നിങ്ങൾ ഇപ്പൊ എന്തായാലും അപ്ലൈ ചെയ്യുക. വേക്കൻസി കുറവായതുകൊണ്ട് അപ്ലൈ, എന്റെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ, വേക്കൻസി കുറവായതുകൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 2019 ഇതിലും കൂടുതൽ വേക്കൻസി ഉണ്ടായല്ലോ, 6 കൊല്ലം കഴിഞ്ഞ് വിളിച്ചപ്പോൾ വേക്കൻസി ഒരുപാട് കുറഞ്ഞല്ലോ. അത് നിങ്ങൾ നോക്കണ്ട, വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഞാൻ ഇത് വെറുതെ ബ്ലഫ് ചെയ്യുന്നതാണോ, ജസ്റ്റ് വെറുതെ പറയുന്നതാണോ? ഞാൻ ALPയുടെ ടെക്നീഷ്യൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞെങ്കിലും ഞാൻ വെറുതെ പറയുന്നതാണോ? അവിടെ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, ക്രിയേഷൻ ഓഫ് പോസ്റ്റ് അണ്ടർ ന്യൂ അസെറ്റ്സ്. ഇനി പുതിയ അസെറ്റ്സിൽ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളാണെങ്കിലും NTPCയുടെ പോസ്റ്റുകളും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്ത്, ദിസ് റിക്വയർസ് ക്രിയേഷൻ ഓഫ് നോൺ ഗസറ്റഡ് പോസ്റ്റ് ഫ്രം ടൈം ടു ടൈം ആസ് പെർ റിക്വയർമെന്റ്. ഓക്കെ, സെപ്റ്റംബർ 11, 2024 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. പുതിയ അസെറ്റ്സിലേക്ക് പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ടൈം ടു ടൈമിൽ നോൺ ഗസറ്റഡ് പോസ്റ്റ്സ് ഇനി വരാനുള്ള സാധ്യത ഉണ്ട്. സോ വേക്കൻസി കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്.
നിങ്ങൾ അപ്ലൈ ചെയ്യുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, പഠിച്ചു തുടങ്ങുക. സോ വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്, അതും കൂടെ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. സോ നിങ്ങൾക്ക് ഏകദേശം RRB NTPCയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. സോ എന്തൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? ഓക്കെ, RRB NTPC അറിയേണ്ടതെല്ലാം ഒരു യൂട്യൂബ് പ്ലേലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ എടുത്ത് നോക്കുക. ഒന്നാമത്തെ കാര്യം, എന്താണ് NTPC? നിങ്ങൾ 2019 ശേഷം പാസ് ഔട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല എന്താണ് NTPC, എന്താണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാം, എന്താണ് ഇതിന്റെ സാധ്യതകൾ എത്രയാണ്, ഇതിന്റെ സാലറി എത്രയൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഷിഫ്റ്റുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാം. എന്താണ് NTPC നിങ്ങൾക്ക് തീരുമാനിക്കാം. എങ്ങനെയാണ് NTPC CGL എക്സാമുമായിട്ട്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ SSC എക്സാമുമായിട്ട് വ്യത്യസ്തമാണ്? എങ്ങനെയാണ് NTPC സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമുമായിട്ട് വ്യത്യാസമാകുന്നത്, അല്ലെങ്കിൽ കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമുമായിട്ട് വ്യത്യസ്തമാകുന്നത്? എങ്ങനെയാണ് NTPC ബാങ്കിങ് ലെവൽ എക്സാമുമായിട്ട് വ്യത്യസ്തമാകുന്നത്? സോ NTPC ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭേദമാണോ? ഭേദമാണ്. എങ്ങനെയാണ് ഭേദമാവുന്നത്? ഈ ഡീറ്റെയിൽസിന് വേണ്ടി എന്താണ് NTPC കാണുക. അടുത്തത് RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്ന ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിഫിക്കേഷനിലുള്ള എല്ലാ ഡീറ്റെയിൽസും, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ PDF കാണിക്കാൻ മാത്രമല്ല, PPTയിൽ എല്ലാം ഡീകോഡ് ചെയ്തുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി നോട്ടിഫിക്കേഷൻ ഔട്ടിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ +2 ലെവൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിന്റെയും +2കാർക്ക് സുവർണാവസരം എന്നുള്ള രീതിയിൽ അതിന്റെയും നോട്ടിഫിക്കേഷൻ ഔട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും, +2കാരുടെ ഒഴിവുകൾ എത്ര, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എത്ര, അവർക്ക് എത്രയാണ് ശമ്പളം ഉള്ളത്, അതിനകത്ത് എന്തെല്ലാം ടെസ്റ്റുകൾ ഉണ്ടാവും, ഏതെല്ലാം ഘട്ടങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് സോണിൽ എത്ര വേക്കൻസി, നല്ല സോൺ ഏത്, ഇതെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് സർഫസ് ലെവൽ NTPCന് മനസ്സിലാക്കാനുള്ളതാണ്. ഓക്കെ, 2024 NTPC അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ഇനിയുള്ള 2 വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കുക. ഏത് സോണാണ് മലയാളികൾക്ക് ഏറ്റവും നല്ലത്, ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ടാമത്തെ വീഡിയോ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ, ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാം. എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മൾ സോൺ പ്രിഫർ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്താ നോക്കണേ? കൂടുതൽ ഒഴിവുകളാണ് നോക്കുന്നത്. അത് മാത്രം നോക്കിയാൽ പോരാ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ കന്നഡ വയ്ക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കൂ. ഞാൻ ഭൂരിഭാഗം മലയാളികളെ പോലെ കന്നഡ വയ്ക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എൻ്റെ കണ്ണില് സൈറ്റ് 6/9 ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 6/9 താഴെയാണെന്ന് വിചാരിക്കും. എനിക്ക് എല്ലാ പോസ്റ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. A2 A3 പോസ്റ്റുകൾ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, അതിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ A2 A3 പോസ്റ്റുകളിൽ വേക്കൻസി കൂടുതലുള്ള സോണിൽ ഞാൻ അപ്ലൈ ചെയ്താൽ ഞാൻ ആരാണ്? ഞാൻ മണ്ടനാവും. കാര്യം എന്താ? ഞാൻ A2 A3 പോസ്റ്റുകളിലേക്ക് ഞാൻ എന്തെല്ലാം എലിജിബിൾ അല്ല, എൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അത്ര ഇല്ല. സോ എൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ട് വേണം ഞാൻ വേക്കൻസി തീരുമാനിക്കാൻ. ആ വേക്കൻസി കൂടുതലുള്ള സോണിൽ വേണം ഞാൻ അപ്ലൈ ചെയ്യാൻ. സോ എൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി ഞാൻ വേക്കൻസികൾ എത്രയുണ്ടെന്ന് കണ്ടെത്തിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ സോൺ സെലക്ട് ചെയ്യാന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്ലസ് എനിക്ക് ജോലി വേണം. എൻ്റെ ജോലി, എനിക്ക് സാലറി കൂടുതലുള്ള ജോലിയാണ് വേണമെങ്കിൽ അതനുസരിച്ച് വേണം പോസ്റ്റ് പ്രിഫറൻസ് വയ്ക്കാൻ. 2, എനിക്ക് ഓഫീസ് ജോലി, എനിക്ക് നാഷണൽ ഹോളിഡേസിൽ അവധി വേണം, എനിക്ക് ശനി ഞായർ അവധി വേണം. അങ്ങനെ ജോലി സ്വഭാവം വെച്ചിട്ട് എനിക്ക് നൈറ്റ് ഷിഫ്റ്റുകൾ കുറച്ചുള്ളത് വേണം. ജോലി സ്വഭാവമാണ് നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾക്ക് സാലറി പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ജോലികൾ വേണം മുകളിൽ വയ്ക്കാൻ. സോ ഈ 2 സാലറി വൈസും അതുപോലെ ഈ പറയുന്ന പോലെ ജോലിയുടെ സ്വഭാവം, ജോബ് നേച്ചർ വൈസും. സോ ജോബ് നേച്ചർ വൈസും സാലറി വൈസും നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാമുള്ളൂ. ഓക്കെ, ഈ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ട ജോലിയിലേക്ക്, എൻ്റെ യൂണീക്നെസ് അനുസരിച്ചുള്ള ജോലിയിലേക്ക് എന്നെ എത്തിക്കാൻ പോകുന്നത് ഈ വീഡിയോ ആയിരിക്കും. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ശമ്പളം കൂടുതലുള്ള ജോലിയാണ് വേണ്ടത്, അതന്നെ ഞാൻ ആദ്യം കൊടുക്കണം. അല്ലെങ്കിൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലാത്ത ജോലിയാണ് വേണ്ടത്, എനിക്ക് ഹോളിഡേയ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ജോലിയാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, സ്റ്റേഷൻ മാസ്റ്റർ ജോലിയാണെന്ന് വിചാരിക്കും. നാഷണൽ ഹോളിഡേക്ക് ഒരു അലവൻസ് കിട്ടുന്നുണ്ടാവും, നിങ്ങൾക്ക് നാഷണൽ ഹോളിഡേയ്സ് എല്ലാം കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് നാഷണൽ ഹോളിഡേയ്സ് ഉള്ള ഒരു ജോലിയാണ് വേണ്ടതെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലിയാണ് വേണ്ടതെന്ന് വിചാരിക്കും. അതനുസരിച്ചുള്ള പ്രിഫറൻസ് കിട്ടണം. നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ പ്രിഫറൻസ് കറക്റ്റ് അല്ലെങ്കിൽ പ്രിഫറൻസിൽ ഏതാണ് ആ ജോലിയാണ് കിട്ടുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്, അത്രയേ ഉള്ളൂ. സോ ഇത് ഇത്രയും വീഡിയോസ് കണ്ടിട്ട് ഈ പോയിന്റ്സ് റിമെമ്പർ കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇതോടുകൂടി നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കറക്റ്റ് ആവും. ഇനി നമുക്ക് പഠിക്കാനിരിക്കാം, നമുക്ക് സ്റ്റഡി പ്ലാനുമായിട്ട് വരാം. എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ NTPCക്ക് നോക്കാനുണ്ട്, എങ്ങനെയാണ് ബാക്കി എക്സാമുമായിട്ട് NTPC വ്യത്യസ്തമാകുന്നത്. ഓക്കെ, സോ ഞാൻ ഇത്രയും പറഞ്ഞ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ കയറി നോക്കുക, ഇതിനെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇതും കൂടെ മനസ്സിലാക്കുക. ഇതിൽ പോയിന്റ്സ് ടു റിമെമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കറക്ഷൻ വിൻഡോന്റെ ഡേറ്റ്, എല്ലാ ഡേറ്റ്സും കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ സൈസ്,
നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെന്റ്സിന്റെ സൈസും ഗ്രാജുവേറ്റ് ലെവലിൽ 5 ഗ്രാജുവേറ്റ് വേക്കൻസീസ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക, എല്ലാം മനസ്സിലാക്കുക. സോ ഇത് നമുക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കാനിരിക്കാം. സോ നമുക്ക് ഇനി സ്റ്റഡി പ്ലാനും അതുപോലെയുള്ള ഡീറ്റെയിൽഡ് കണ്ടന്റ് വീഡിയോസ് ആയിട്ട് കാണാം. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്.